അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഈ വിഷയം മുമ്പും പല ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഈ വിഷയം കേട്ട ശേഷം നിങ്ങൾക്കറിയാം, അടിച്ചു നോക്കിയാൽ ധാരാളം പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എൻ്റേതായ ചില സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾ മാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതായത് ബാങ്കിലെ പലിശ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വിഷയം. പലപ്പോഴും ബാങ്കിൽ നമുക്ക് പലിശയായിട്ട് പണം വരും. ബാങ്കുമായി ഇടപാട് നടത്തണ്ട, അത് ഹറാമാണ്, നടത്താൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധ്യമല്ല. നിർബന്ധിതമായിട്ട് കുട്ടികൾക്ക് പോലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ട ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും അതിൽ പലിശ വരികയും ചെയ്താൽ അതൊരു ഹറാമായ പലിശ മുതലാണ്, സമ്പത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എന്ത് ചെയ്യണം? നിഷിദ്ധമായ സമ്പത്ത് ഒരാളുടെ കയ്യിൽ വന്നുപെട്ടാൽ അത് ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഞാനിവിടെ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളല്ല. ഈ വിഷയ സംബന്ധമായിട്ട് പല കിതാബുകളിലും ഉള്ള ഉദ്ധരണികൾ പരിശോധിച്ച് പല ആലിമുകളുടെയും മുൻപും ഇപ്പോഴുമുള്ള അല്ലെങ്കിൽ ആധുനികരും പൗരാണികരുമായ ഉലമാക്കളുടെ ഫത്വകളിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇത് പറയുന്നത്. ഒരിക്കലും ഇത് എൻ്റെ ഒരു അഭിപ്രായമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായമല്ല കിട്ടേണ്ടത്, ദീനിൻ്റെ അഭിപ്രായമാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അഭിപ്രായമാണ് കിട്ടേണ്ടതെന്ന് പറയുകയുണ്ടായി. അവിടെയും ഞാൻ എൻ്റെ അഭിപ്രായമായിരുന്നില്ല യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത്. ഒരു വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് ശരിയാണെന്ന് തോന്നിയ ഒരു അഭിപ്രായം എടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ശരിയെന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെയും ഞാൻ പറയുന്നത് സ്വന്തം അഭിപ്രായമല്ല എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ബാങ്കിൽ പലിശ വന്നു കഴിഞ്ഞാൽ, പലിശ ഉണ്ടായിക്കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റുക. അതായത് ഈ പലിശ പിന്നെ കാശ് 4 രീതിയിലേ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ചാമതൊന്നുമില്ല. 1, ബാങ്കിനോട് അത് വേണ്ട എന്ന് പറയുക. 2, നാം തന്നെ അത് എടുക്കുകയും അത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക. 3, നാം അത് എടുത്ത് കീറിക്കളയുക, നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ കത്തിച്ച് കളയുക ചെയ്യുക. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ കാര്യമുള്ളത് അത് എടുക്കുകയും നമുക്കല്ലാത്ത, നമ്മുടെ ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക്, പൊതുകാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും ഈ 4 കാര്യങ്ങളിൽ ഈ 4ാമത്തതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ കൺഫ്യൂഷനോ സംശയങ്ങളോ ഉണ്ടാവേണ്ടതില്ല. അപ്പോൾ അത് പലിശയല്ലേ, പലിശ നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അത് പറയും. ഈ പലിശ ഉണ്ടായിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു മാർഗമല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. നമ്മളത് സദക്ക ചെയ്യണമെന്ന് നിയ്യത്തോടു കൂടിയോ അങ്ങനെയൊന്നുമല്ല കൊടുക്കുന്നത്. ഇത് ഒഴിവാക്കുക, അത് ആർക്കെങ്കിലും കൊടുക്കുക എന്ന് മാത്രം. ഇത് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായമാണ്. ഇങ്ങനെ 4 കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ, 5ാമതൊന്നുമില്ല എന്നുള്ളതും ആധുനികരായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതൊരിക്കലും നാം പലിശ തീറ്റിക്കലായി മാറൂല. പലിശ തിന്നലും അത് തീറ്റിക്കലും എന്താണ്, ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പലിശയല്ലേ മറ്റവർ തീറ്റിക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷെ നമുക്കത് ഹറാമാണ്, നമുക്കേ അത് ഹറാമുള്ളൂ. കാരണം ആ പലിശ ഉണ്ടായത് നമ്മുടെ കാശ് ബാങ്കിൽ ഇട്ടിട്ടാണ്. അപ്പോൾ ആ പലിശ തിന്നുക എന്ന് പറഞ്ഞാൽ അത് നാം ഉപയോഗിക്കുക. ആ പലിശ നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് നാം അത് തിന്നത് ആവുള്ളൂ. തീറ്റിക്കുക എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയി കടം എടുക്കലാണ്, അല്ലെങ്കിൽ പലിശക്കാരുടെ അടുത്ത് പോയിട്ട് പൈസ കടം വാങ്ങലാണ്. അപ്പോൾ നാം അവർക്ക് പലിശ കൊടുക്കുകയാണ്. അപ്പോൾ അവരെ പലിശ തീറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും ആ അക്കൗണ്ടിൽ പലിശ വരികയും ചെയ്താൽ അത് നമ്മൾ ഒഴിവാക്കി വേറെ ആൾക്ക് കൊടുക്കുന്നത് പലിശ തീറ്റിക്കലായി മാറൂല. അത് യഥാർത്ഥത്തിൽ അവർക്കത് ഹറാമുമല്ല. അത് ഉപയോഗിക്കുന്ന ആരുടെ കാരണത്താലാണ് ആ പലിശ ഉണ്ടായത്, അത് നമ്മുടെ കാരണത്താലാണ്. നമുക്ക് മാത്രമാണ് അത് ഹറാം, മറ്റുള്ളവർക്ക് അത് ഹറാമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ, അത് വളരെ ദീർഘിച്ച ചരിത്രമാണ്, ഞാൻ അതിൻ്റെ കണ്ടന്റ് ചുരുക്കം മാത്രം പറയണം. അത് ശരിയല്ല, ആ ഭക്ഷണത്തിൽ ഹറാമാണോ കലർന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചപ്പോൾ, അത് അന്വേഷിച്ചും അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിന്നാതെ അത് അത്ഇമു ഹൽ അസാറ എന്ന് പറയുകയുണ്ടായി. ബന്ദികൾക്ക് അത് കൊടുക്കുക എന്ന് പറഞ്ഞു.
ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഹറാമാണെങ്കിലും അത് ആ സാധനം വേറെ ആൾക്കാർക്ക് ഹറാമല്ല. അതുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുക്കാൻ പറഞ്ഞത്. അല്ലാതെ ഹറാം നബി വേറെ ആളെ തീറ്റിക്കൂലല്ലോ. അപ്പോൾ നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അത് മനസ്സിലാക്കുക. വേറെയും ധാരാളം തെളിവുകൾ സഹാബിമാരുടെ ചരിത്രത്തിലും ഒക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്ര മാത്രമാണ് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത്. നമ്മൾക്ക് നിർബന്ധിത സാഹചര്യത്തിൽ പലിശ വന്നുപെട്ടാൽ അത് നമ്മൾ എടുത്തിട്ട് അത് സക്കാത്തിലോ അല്ല, സക്കാത്തിലേതായാലും വേണ്ട, പറ്റൂല, സദക്കയായിട്ടോ ഒന്നും കൂട്ടണ്ട, നമ്മുടെ പുണ്യകർമ്മമായിട്ടൊന്നും കൂട്ടാതെ അത് ഒഴിവാക്കുക. ഹറാം മാലിൻ ഹറാം നമ്മൾ അടുത്ത് വന്നുപെട്ട തഖല്ലസു മിനൽ മാലിൽ ഹറാം എന്നാണ് പറയും. നിഷിദ്ധമായ മുതലിൽ നിന്ന് നമ്മൾ കഴിച്ചിലാകാനും പച്ച നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിന് ഒഴിവാക്കി കൊടുക്കുക. അത്ര മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. അല്ലാഹു ആലം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.